ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ കട്ടിൽ തന്നെയാണ്, എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ തമിഴ് നാട്ടിലെ പോലെ ഞാൻ വീട്ടിലുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പുറത്തൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ. അപ്പം ഞാൻ വീട്ടിലുള്ള ദിവസത്തെ ഞാൻ എന്തൊക്കെ കാണിക്കുന്നു, അതൊക്കെയുള്ളൂ. പിന്നെ അല്ലാണ്ട് ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം അന്ന് എന്നോട് പറഞ്ഞു ഫുള്ളായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മടിയായിപ്പോയി. അപ്പം ഇന്ന് ഞാൻ അതങ്ങ് എടുത്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ ആരുമില്ല, അമ്മ കോട്ടയം വരെ പോയേക്കുക, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അമ്മ കുറച്ച് കഴിഞ്ഞ് വരും, പിന്നെ അമ്മ ജോയിൻ ചെയ്തോളും. ഓക്കെ, അപ്പം രാവിലെ നമുക്ക് എഴുന്നേറ്റ് പരിപാടീസുകൾ തുടങ്ങാം. ഇന്നെനിക്ക് കുറച്ച് പരിപാടി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് നടക്കുമോ എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ മൂഡ് പോലെ ഇരിക്കും. രാവിലെ ബ്രഷൊക്കെ ചെയ്യാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റതാ മുടിയൊക്കെ ചീവി ഒതുക്കി, മുടിയൊക്കെ ഉച്ചിയിലോട്ട് കെട്ടിയൊക്കെ. എനിക്കതാണ് കംഫർട്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കുന്നത്. പിന്നെ ബെഡൊക്കെ ക്ലീൻ ചെയ്തു, പുതപ്പൊക്കെ മടക്കി വെച്ചു, ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചു. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബെഡും നമ്മൾ കിടന്ന ബെഡൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ. ചിലപ്പം ഞാൻ ചെയ്യും, ചിലപ്പം ഞാൻ ചെയ്യത്തില്ല, അങ്ങനെയാണ് കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്തു എന്നേ ഉള്ളൂ. ചിലപ്പം ഞാൻ ചെയ്യത്തില്ല, ചിലപ്പം ഞാൻ ചെയ്യും കേട്ടോ. അങ്ങനെ അല്ലാണ്ട് ഇന്ന് വീഡിയോ എടുത്തത് കൊണ്ട് ഇന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അല്ലാണ്ട് ഞാൻ ചെയ്യും, ചിലപ്പം. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പം ചെയ്യും, ചിലപ്പം ചെയ്യൂല, അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉള്ള കാര്യം നമ്മൾ ഉള്ള പോലെ തന്നെ പറയണം. പിന്നെ ഞാൻ ഒരു കുപ്പി വെള്ളം എപ്പോഴും എടുത്ത് തലേന്ന് വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിക്കും, രാത്രി തന്നെ. ചിലപ്പോൾ എഴുന്നേൽക്കാൻ ഞാൻ കുടിക്കും. പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഞാൻ ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ ബോട്ടിലെ വെള്ളം ഞാൻ കുടിക്കും. അതിപ്പോൾ ഒരു 5-8 മാസമായിട്ടുള്ള ശീലമാണ്. അതിപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ ചെയ്യുക കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇച്ചിരി ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഇച്ചിരി ബോഡിക്ക് നല്ലത്. അങ്ങനെ ഫുൾ ബോട്ടിൽ വെള്ളമൊക്കെ കുടിച്ച ശേഷം പിന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് പല്ല് ബ്രഷ് ചെയ്യുകയാണ്. ഇത് ഡേം ഡോക്കിൻ്റെ 1% നയാസിനമൈഡും 0.5% ആണെന്ന് വിറ്റമിൻ സി സെറം, വിറ്റമിൻ സി ഒരു ഫേസ് വാഷാണ്. ഇതൊരു ഫോമിങ് ഫേസ് വാഷാണ്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു പത വരും. ഇത് സോപ്പ് ഫ്രീ ആണ് കേട്ടോ, ഒട്ടുമേ സോപ്പില്ല, അതുകൊണ്ട് ഓവറായിട്ടുള്ള പതയൊന്നുമില്ല. ഇത് അടിപൊളിയാണ്. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ചെയ്യുന്നു, ബ്രൈറ്റ്നെസ് ആക്കി തരും, അതേപോലെ ഒന്ന് സ്മൂത്ത്നെസ് ആക്കി തരും, ഒന്ന് ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കാനും ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഒന്ന് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് വാഷ്. ഇത് അടിപൊളി ഫേസ് വാഷാണ്. ഇത് എൻ്റെ ഡെയിലി റൂട്ടീനിലുള്ളൊരു മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എൻ്റെ ഈ ഒരു ഫേസ് വാഷ്, ഒരു ഫോമിങ് ഫേസ് വാഷ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാനിത് പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വന്നിട്ട് അൾട്രാ ഫോമിങ് ടെക്സ്ചറാണ്, അതേപോലെ തന്നെ ഓയിൽ ഫ്രീ ആക്കി തരും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതുമാത്രമല്ല സ്കിന്നിനെ ഒന്ന് ക്ലാരിഫൈയും ചെയ്യും, അതുപോലെ തന്നെ സ്കിന്നിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഈ ഒരു ഫോമിങ് ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും. ഇത് വന്നിട്ട് ഡേം ഡോക്കിൻ്റെ ഫോമിങ് ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ആദ്യമേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം. വേറെ പ്രശ്നമൊന്നുമില്ല, അലർജി ഒന്നുമില്ല എന്ന് നോക്കിയിട്ട് ഇത് ട്രൈ ചെയ്യുക. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ. മുഖമൊക്കെ കഴുകി ഫ്രഷ് ആക്കിയതാ എൻ്റെ റൂമിൽ ഞാൻ ഈ കർട്ടൻസൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് ഒരു പോസിറ്റീവ് വൈബ് അങ്ങോട്ട് ഉണ്ടാക്കാം. നമുക്ക് തുടങ്ങാം ഈ ദിവസം. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായില്ല, ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട് തലയിൽ. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. അപ്പം ഇനിയൊന്ന് കുളിക്കണം. അപ്പോൾ എണ്ണ നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ആ എണ്ണ പിടിക്കുന്ന നേരങ്ങളിൽ നമുക്ക് ചായ കോഫി ഉണ്ടാക്കാം. അപ്പം നമ്മൾ കിച്ചണിൽ വന്നു. അപ്പം അമ്മ രാവിലെ പോയതുകൊണ്ട് ഞാൻ വേണം
എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. ഉണ്ടാക്കാൻ വലിയ വശമൊന്നുമില്ല. നമുക്ക് ആദ്യമേ കോഫി ഉണ്ടാക്കാം. കോഫി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പാല് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കോഫിയുടെ പരിപാടി നോക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കേട്ടോ. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഇടുന്നത്. ഞാൻ ഖത്തറിൽ നിന്ന് ഒരു വാങ്ങിക്കൊണ്ട് വന്നു. നല്ല അടിപൊളി സാധനം. 3-in-1 ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കേട്ടോ. 3-in-1 ഇൻസ്റ്റൻറ്റ് കോഫി. ഇതിൽ കോഫി പൗഡറുണ്ട്, ഷുഗറുണ്ട് ആൻഡ് മിൽക്ക് പൗഡറും ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പാലിനകത്ത് ഇട്ട് തന്നെ കുടിക്കണമെന്നൊന്നുമില്ല. ചൂടുവെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് ചൂടുവെള്ളത്തിനകത്ത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കോഫി പോലെ ആയിരിക്കും. സെയിം പ്രോസസ്സ്. അതേപോലെ തന്നെ പാലിനകത്തും തിളപ്പിച്ച് ഇടുക. ഇത് കലക്കി മിക്സ് ആക്കുക. പഞ്ചസാരയോ വേറെ ഒന്നും വേണ്ട. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ഫുൾ പൗഡറാണ്. ഇത് ഞാൻ പകുതി എടുക്കത്തുള്ളൂ. പകുതി ഞാൻ വൈകിട്ടത്തേക്ക് പോകും. കാരണം എനിക്ക് ഒത്തിരി കടുപ്പം വേണ്ട. സോ അതുകൊണ്ടാണ്. മീൻ കണ്ടിക്കുന്ന കത്രികയൊക്കെ ഇട്ട ഞാൻ ഇതാ ഇത്രയും ഇട്ടിട്ടുണ്ട്. ബാക്കി ഇനിയുണ്ട് കേട്ടോ. ഇത്രയും കൂടെ ഉണ്ട്. ഇതാ പാല് ചൂടായിട്ടുണ്ട്. നമുക്കിനി പാല ഗ്ലാസ്സിലേക്ക് വയ്ക്കാം. അതുപോലെ മിക്സ്. ഇതാ നമ്മൾ കോഫിയൊക്കെ ഉണ്ടാക്കിയ ശേഷം ഇത് അടുക്കള വശമാണ് കേട്ടോ. അടുക്കള വശത്തെ ആ ഡോറിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നാണ് ഞാൻ രാവിലെ എപ്പോഴും വന്ന് ചായ കുടിക്കുന്നതും ചിലപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നാണ്. എനിക്കെന്താ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ. കാരണം ഇവിടെ ഇരുന്ന് കഴിച്ചാണല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ അടുക്കള വശത്തിൻ്റെ അവിടെ ഇരുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കണ്ടമാണ്. അപ്പോൾ കണ്ടവും അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റൊക്കെയാണ്. അപ്പോൾ ആ കാറ്റൊക്കെ കൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചൊക്കെയാണ് ഞാൻ ചായ കുടിക്കുകയും കഴിപ്പുമൊക്കെ. ഞങ്ങൾ മിക്കവരും ഞാനും അമ്മയും ഒക്കെ ഇവിടെ ഇരുന്നാണ് കൂടുതലും കഴിക്കാറ്. അമ്മയെ രാവിലെ ഇവിടെ ഇരുന്നാണ് മിക്കപ്പോഴും കഴിക്കാറ്. പക്ഷെ ഞാനാണ് കൂടുതൽ ഇവിടെ വന്ന് കഴിക്കുന്നത്. പിന്നെ അമ്മ ഇവിടെ ഇരുന്നാണ് ചായ കുടിക്കുന്നതും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. കാരണം നല്ല കാറ്റാണ്. കണ്ടത്തിൽ നിന്നൊക്കെ വരുന്ന നല്ലൊരു കാറ്റും ഒക്കെയാണ് ഇവിടെ. അങ്ങനെ ഞാൻ കുളിച്ച് ഫ്രഷായി. കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഉന്മേഷം വന്നത്. മറ്റേത് എഴുന്നേക്കണം ഉറങ്ങി തൂങ്ങി വളവളാന്നൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഫ്രഷായി സെറ്റായി. അപ്പോൾ ഇനി ഞാൻ മാഗി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മാഗി കഴിക്കാം. ഗൈസ്, അപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പേ തന്നെ മാഗി ഉണ്ടാക്കി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും മാഗി അങ്ങ് തണുത്ത് പോയി. ഏതാണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് മുറിക്കുന്ന പോലെ ആയിരുന്നു. തണുത്ത് പോയെങ്കിലും ടേസ്റ്റിൽ ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിന്നെ ഇഷ്ടമാണ്. എങ്ങനെ കഴിച്ചാലും മാഗി അല്ലേ ഞാൻ കഴിക്കും. സാധനമൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ തണുത്ത് പോയിന്നേ ഉള്ളൂ. തണുത്ത് ഒരുമാതിരി അപ്പം പോലായിപ്പോയി. പോട്ടെ, സാരമില്ല, കഴിക്കുന്നുണ്ടല്ലോ, മതി. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും താണ്ട അമ്മ തിരിച്ചെത്തി. എന്നിട്ട് എന്നോട് ചോദിക്കുകയായിരുന്നു, എന്നെടുക്കുകയാണ് ക്ലാസ്സിൽ പോയില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുകയായിരുന്നു. എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എവിടേക്കോ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെയാണെന്ന് ഇനി തപ്പി കണ്ടുപിടിക്കണം. ഇനി കണ്ടുപിടിച്ച് നമുക്കത് ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പം ഞാൻ ഇരിക്കുന്ന ചാക്കില്ലേ, അതിനകത്താണ് ക്രിസ്മസ് ട്രീ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ
അങ്ങനെ ക്രിസ്മസ് ട്രീ എടുത്തു. അങ്ങനെ ക്രിസ്മസ് ട്രീ എടുത്തിട്ടുണ്ട്. ഇനി ഇത് താഴെ കൊണ്ടുപോകണം. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം, എല്ലാം തപ്പി പിടിച്ച് നോക്കാം. ഞാൻ എന്താ ഇവിടെ കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഏതോ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ബാക്കിൽ ലൈറ്റ് വേണമെന്ന് വെച്ചാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇതങ്ങ് ഊരിയെടുക്കാം. ഊരിയിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ അങ്ങനെ അലങ്കരിക്കാം. പിന്നെ അമ്മേ ഒരു ലൈറ്റും കൂടെ ഉണ്ട്. ഇത് ലൈറ്റാണ് കേട്ടോ. ഇത് ഇച്ചിരി വലുപ്പമുള്ള ലൈറ്റും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്കിനിയും ഇവിടെ നിന്നുള്ള ഡെക്കറേഷൻസ് ലൈറ്റില്ലേ, ഇവിടെ മഴ ആയതുകൊണ്ടാണ് കേട്ടോ, റൂമിലായ കെട്ടി ഇങ്ങനെ ഇട്ടേക്കാണ്, ഒന്നും തോന്നല്ലേ. അപ്പോൾ നമുക്കിനി ലൈറ്റ് ഊരാം. അങ്ങനെ ട്രീയും ലൈറ്റും കുറച്ച് ഡെക്കറേഷൻസും ഒക്കെ സെറ്റാക്കി വെച്ചു. അപ്പം ഇത് വീടിൻ്റെ സിറ്റ് ഔട്ടാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ ആ ഒരു ലെഫ്റ്റ് കോർണറിലായിട്ടാണ് ഞാൻ എപ്പോഴും ഈ ക്രിസ്മസ് ട്രീ ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ അവിടെ തന്നെയാണ് ഒരുക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞപ്പം ഞാൻ ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എല്ലാ വർഷവും ക്രിസ്മസ് ട്രീ ഒരുക്കുന്നുണ്ട്. ഇതൊരു 7-8 വർഷത്തിൻ്റെ പഴക്കം കാണും ഈ ഒരു ക്രിസ്മസ് ട്രീക്ക്. അതുവരെ കണ്ടിന്യൂസ്ലി ഞാനാണ് എപ്പോഴും ഒരുക്കുന്നതും അതേപോലെ എടുത്ത് വയ്ക്കുന്നതും. അങ്ങനെ കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചതാണ് ഇന്നാണ് എടുക്കുന്നത്. നമുക്ക് വേറെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ഒരുക്കി. ഈ ഡിസംബറിൽ വീണ്ടും നമ്മുടെ ക്രിസ്മസിനെ ഓർമ്മിപ്പിക്കാൻ വീണ്ടും പുതുക്കുകയാണ്. അപ്പം ഞാൻ ആ ചാക്കിനകത്താണ് ഈ ക്രിസ്മസ് ട്രീ വെച്ചത്. ഇത് അതിൻ്റെ സ്റ്റാൻഡ് ആണ്. അപ്പോൾ ഇത് 2 സെക്ഷനായിട്ടാണ്. മേളിലൊരു ഭാഗം താഴത്തെ ഒരു ഭാഗമാണ് ആ വലുതായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ക്രൂ ഇച്ചിരി മാറ്റമാണ് കണ്ടത്. 3 സ്ക്രൂ ഉണ്ട്. ആ 3 സ്ക്രൂ വലിച്ചിട്ടാണ് നമ്മൾ ആ താഴത്തെ അതിൻ്റെ കണ്ടോ ആ പൈപ്പ് അതിലോട്ട് വെച്ചിട്ട് ആ സ്ക്രൂ ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മളിതാ അതിൻ്റെ ആ ലീഫ് ഒക്കെ ഇങ്ങനെ മേലോട്ടിരിക്കുകയല്ലേ, അപ്പോൾ അതെല്ലാം താഴോട്ട് ഇങ്ങനെ ആക്കിയിട്ട് എല്ലാം ഇങ്ങനെ നല്ലപോലെ വീതിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം ഒന്ന് താത്ത് ഇങ്ങനെ വിരിച്ച് വെക്കണം എല്ലാം. എന്നാലേ നമുക്ക് ഇതിലുള്ള ഡെക്കറേഷൻസും കുറേ അലങ്കാരപ്പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിങ്ങനെ കോർത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ ആക്കി വെക്കുവാണ്. അപ്പോൾ ഈ മേളത്തെ ഈ ഒരു ട്രീ, ആ മേളത്തെ ആ സെക്ഷൻ വരുന്ന ആ ട്രീയുടെ സ്ക്രൂ എന്തോ മിസ്സിങ് ആണ്. അതുകൊണ്ടിപ്പം അതിരിക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ചരിഞ്ഞ് പോകുന്നുണ്ട്. നമുക്കപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കിയത് കത്തുന്നുണ്ട് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം എങ്ങാണ്ട് എന്തോ കത്തിച്ച് നോക്കിയത്. പിന്നെ ഇത് ഫാൻ ഒരു സൈഡിൽ കുഴപ്പമില്ല. ചില ലൈറ്റൊന്നും കത്തത്തുമില്ല. പോയാ സാരമില്ല. ചില ലൈറ്റൊന്നും കത്തുന്നില്ല. ഈ ലൈറ്റൊന്നും കത്തുന്നില്ല. പച്ച ലൈറ്റ് മാത്രം, ചുവന്ന ലൈറ്റ് എല്ലാം കത്തുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഉള്ളത് ഓണം പോലെ. ഗൈസ്, ഇത് വലിയ ലൈറ്റാണ്. ഇത് എനിക്കൊന്ന് റെഡ് കളർ എങ്ങാണ്ടാന്ന് തോന്നുന്നു. റെഡ് കളറാണ്. അപ്പോൾ ഇത് നമുക്കിത് കത്തുമോ നോക്കാം. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ കത്തുന്നുണ്ട്. നമുക്കിത് ക്രിസ്മസ് ട്രീയിലോട്ട് ഇടാം. അങ്ങനെ അമ്മ വന്നപ്പം കുറച്ച് മാറ്റം. പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്, മേടിക്കാനുണ്ട്. കൊടുക്കാനെന്ന് പറഞ്ഞാൽ കുറച്ച് മുണ്ടൊക്കെ തേക്കാൻ കൊടുക്കണം. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അതിന് പോവാം. പോയിട്ട് വന്നിട്ട് ഇനി കാണാം. ഓക്കെ,
സാധനമൊക്കെ മേടിച്ച് ഞാൻ നേരെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ കരോളുകാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മേലോട്ട് ചെന്നത്. അപ്പോൾ അവർ കണ്ട് അതെല്ലാം കഴിഞ്ഞ് കയറി പോയപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു അത്. പിന്നെ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല കട്ടൻ കാപ്പിയും പിന്നെ ടീ റസ്ക്കും പിന്നെ വട്ടയപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റും എല്ലാം കൂടെ കഴിച്ചു. ഇത് അച്ഛൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ വൈകിട്ടോടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് എൻ്റെ ലാപ്ടോപ്പൊക്കെ എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം ഞാൻ ടി വി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. അപ്പം അത് കഴിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ ചില ക്ലിപ്സുകളൊന്നും എടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ മറന്നു പോകും ഞാനിങ്ങനെ ഡേ മൈ ലൈഫ് ചെയ്യുന്നുണ്ടെന്ന്. അതാണ് ചില ക്ലിപ്സൊക്കെ മിസ്സാകുന്നത്. അതാണ് പിന്നെയാണ് ഓർക്കുന്നത് അയ്യോ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ ചില ക്ലിപ്സൊക്കെ ഞാൻ മറന്നിട്ടുണ്ട്. കുറേ ക്ലിപ്സ് ഇതിന് മിസ്സായിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ വിട്ടു പോകുന്നതുകൊണ്ടാണ് കേട്ടോ ചില ക്ലിപ്സൊക്കെ മിസ്സായത്. സ്ട്രീയിൽ ലൈറ്റ് ഫുൾ ഇട്ടിട്ടുണ്ട് കണ്ട. നമ്മൾ 3 ലൈറ്റ് ഉണ്ടായിരുന്നു. ആ 3 ലൈറ്റ് നമ്മളിങ്ങനെ ഇട്ടു. താഴെ പിന്നെ പ്ലഗ് എല്ലാം താഴോട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡ് വെച്ചത് കൊടുക്കാനാണ്. നമുക്കിനി ലൈറ്റൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ലൈറ്റ് മാത്രം ഇട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് ഡെക്കറേഷൻ വയറെല്ലാം സെറ്റാക്കി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തി കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇച്ചിരി ചരിവുണ്ടല്ലേ, നമുക്ക് സെറ്റാക്കാം. അത് വെയിറ്റ് കൊണ്ട് അങ്ങോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു ലൈറ്റ്. പിന്നെ ഇത് കുറേ വർഷമായി ഈ ഒരു ട്രീ, അതിൻ്റെയൊക്കെ പഴക്കമുണ്ട്. എനിവേ ലൈറ്റ് എല്ലാം കത്തുന്നുള്ളത് അടിപൊളി. ഇനി രാത്രി ആകുമ്പോഴേക്ക് സെറ്റാവും. ഈ ലൈറ്റ് കത്തുന്നില്ല, ഇതിൻ്റെ കണക്ഷൻ ലൂസായി കിടക്കുക. അത് നമുക്ക് സെറ്റാക്കാം. അമ്മടി ഇങ്ങോട്ട് നിന്നേ ക്രിസ്മസ് ട്രീ എടുത്ത്. അപ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തൊക്കെ എന്നാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ലേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓറഞ്ച് ലേസാണ്. പിന്നെ അതേ കുഞ്ഞ് ക്രിസ്മസ് ട്രീയും നമുക്കുണ്ട്. അത് കഴിഞ്ഞ തവണ ഞാൻ മേളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. മേളിലല്ല, ഈ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ താഴെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞ വർഷത്തെ ഡെക്കറേഷൻ അതേപോലെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ താണ്ട കവറിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കഴിഞ്ഞ വർഷം ഞാൻ ട്രീയിലിട്ട് ഡെക്കറേഷൻസ് ഒക്കെ വേറെ എവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് ഞാൻ മറന്നുപോയി ഞാൻ എവിടെ കൊണ്ട് വെച്ചത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ അന്വേഷിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു മേളിൽ ഏതോ ഒരു ബേസ് ബോർഡിനകത്ത് ഇരിപ്പുണ്ട്, ബോക്സിൽ എന്തോ ഇരിപ്പുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക ഏത് ബോക്സിലാണെന്ന്. അങ്ങനെ അവസാനം നമ്മുടെ സാധനം കണ്ടുപിടിച്ചു. അതിന് താഴത്തെ ബോക്സിലായിരുന്നു ഇരുന്നത്. അത് കവറോടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ചധികം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ മിക്സ് ആയിട്ടായിരുന്നു കിടന്നത്. പിന്നെ അത് താഴെ വന്നിട്ട് ഞാൻ അതേപടി ഇങ്ങനെ കമത്തിയിട്ട് കുറച്ച് ബോളും സ്റ്റാർസും പിന്നെ കുഞ്ഞ് ക്രിസ്മസ് ഫാദറും പിന്നെ കുഞ്ഞ് സ്റ്റാറും അങ്ങനെ ഉണ്ട്. കുഞ്ഞു നല്ല ക്യൂട്ടായിട്ടില്ലേ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞ് സ്നോ ആയിട്ടുള്ള സ്റ്റാറില്ലേ, കുഞ്ഞ് സ്റ്റാർ. പിന്നെ വലിയ ക്രിസ്മസ് ഫാദർ ഉണ്ടായിരുന്നു. പിന്നെ വലിയ ബോൾ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രംസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഗിൽറ്ററായിട്ടുള്ളതും പിന്നെ ട്രീയിൽ അലങ്കരിക്കുന്ന മറ്റേ പല കളറിലുള്ള ബോൾസും ഗിൽറ്ററുള്ള ബോൾസും അങ്ങനെ വെറൈറ്റി ബോൾസ് ഉണ്ടായിരുന്നു. ഇനി ഫുള്ള് നമ്മൾ പെയ്യെ ഓരോ സാധനം ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് ട്രീ ഫുള്ള് സെറ്റാക്കിയിട്ട് അവസാനം ഒന്ന് കാണാം കേട്ടോ.
നമ്മുടെ ക്രിസ്മസ് പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ നമ്മുടെ അതിഥികളെത്തി. ഇത് ഇങ്ങനെ വീട്ടിലെ പൂച്ചക്കുട്ടികളാണ് കേട്ടോ. ഈ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഐശ്വര്യ റായ്. ഞാൻ ഐശ്വര്യ റായ് എന്നാണ് വിളിക്കുന്നത്. നല്ല ഭംഗി എന്നെ കാണാൻ, അതുകൊണ്ടാണ് ഞാൻ അതിനെ ഐശ്വര്യ റായ് എന്ന് വിളിച്ചത്. ഇത് വന്നൊക്കെ നമ്മുടെ കിങ്ങിണി പൂച്ചയാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇതിന് നല്ല അടിപൊളി പൂച്ചയാണ്. ഇത് പിന്നെ ഏഴരയായപ്പോൾ എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ഗ്രാഫിക് ഡിസൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു മണിക്കൂർ ഉണ്ട്. അപ്പം അത് ഞാനിങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് നോട്ടും തരും. നോട്ട് നമ്മളവർ പറയുമ്പം നമ്മളത് എഴുതിയെടുക്കണം. അങ്ങനെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് ആയിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തതിൽ കുറച്ച് കട്ടിങ്ങും ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വോയിസൊക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ ചെയ്ത് ഓരോന്നോരോന്ന് തീർക്കുമായിരുന്നു. പിന്നെ എഡിറ്റിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 9-9:30 ആയപ്പോഴാണ് ഞാൻ ഫുഡ് കഴിച്ചത്. കറി മോരുണ്ടായിരുന്നു, പിന്നെ കൈതച്ചക്ക പച്ചടി ഉണ്ടായിരുന്നു, മീൻ വറുത്തുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, മാങ്ങ അച്ചാറായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി കഴിച്ച്. പിന്നെ ഞാൻ 3-4 മാസമൊക്കെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നൈറ്റ് ക്രീമാണ് നമ്മുടെ ഡാംഡോക്കിൻ്റെ 2% കോഞ്ചിക് ആസിഡ്. ഇതിനകത്ത് നിയാസിനമൈഡും ആൽഫ അർബൂട്ടിനും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊരു ഗ്ലോ ഫ്യൂഷൻ ഫോർമുലയാണ്. ഇതൊരു നൈറ്റ് ക്രീമാണ്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റനാക്കാനും പിന്നെ സ്കിന്നിനെ ഒന്ന് റിപ്പയർ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫേസ് അപ്ലൈ ചെയ്തൊക്കെ നല്ലപോലെ സർക്കുലർ മോഷനൊന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇത് അടിപൊളി ക്രീമാണ്. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത ശേഷം ഞാൻ ഒരു മൂവി കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഞാനിത് ഓൾറെഡി പകുതി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് കണ്ടു തീർക്കാമെന്ന് വെച്ചു. ലക്കി ദ ഭാസ്കർ, യെസ്, ആ ഒരു മൂവിയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചു. ഞാൻ താണ്ടത് സിനിമ കാണുവാണ്. അപ്പം ഇനി സിനിമ കണ്ട് ഉറങ്ങും. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യും. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സിനിമ കണ്ട് കഴിഞ്ഞ് ഉറങ്ങിയില്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങും, അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. പകുതി സമയവും ഞാൻ ആ ക്രിസ്മസ് ട്രീയുടെ പുറകിൽ പോയി. അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പകുതിയും മറന്നുപോയി. ഞാൻ വീഡിയോ എടുക്കുവാണെന്നുള്ള കാര്യമേ ഞാൻ വിട്ടുപോയി. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കുറേയൊക്കെ ഞാൻ ക്ലിപ്പ് എടുക്കാതെ പോയിട്ടുണ്ട്. ഞാനിവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക അതൊന്ന് ചില സമയത്ത് ആണെങ്കിൽ അയ്യോ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുകയാണല്ലോ, അതൊക്കെ വിട്ടു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചത് ഒക്കെ ഞാൻ എടുത്തില്ല, അതൊക്കെ വിട്ടുപോയി. ഇനി കുറച്ച് ക്ലിപ്പുകളൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പം എൻ്റെ ഒരു ചെറിയ വീട്ടിലുണ്ടായിരുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് അത്രയും ഞാൻ കാണിച്ചുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് പുറത്ത് പോയി, കുറച്ച് സാധനം അത്യാവശ്യത്തിനൊന്ന് കാര്യത്തിലാണ് പുറത്ത് പോയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കും. അപ്പം നിങ്ങളുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൺ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.